കൊറിയൻ പ്രേമം കേരളത്തിലെ യുവതലമുറയെ ആകമാനം ഗ്രസിച്ചിരിക്കുകയാണ്. അത് ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു അടിമത്തത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ആ കൊറിയൻ പ്രേമത്തിലൂടെ അത് ജീവനെടുക്കുന്ന തരത്തിലേക്കൊക്കെ പല സംഭവങ്ങളും വഴിതെളിക്കുകയാണ്. കേരളത്തിൽ തന്നെ ചോറ്റാനിക്കരയിൽ അത്തരമൊരു സംഭവം നടക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഗാസിയാബാദിൽ അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സത്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അഭിനിവേശത്തിലേക്ക് ഈ കൊറിയൻ സംസ്കാരത്തോട്, കൊറിയൻ സിനിമകളോട്, കൊറിയൻ ഡ്രാമകളോട്, കൊറിയൻ ഗെയിമുകളോട് ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അധിനിവേശത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നത്? ഈ വിഷയത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവമായിട്ടുള്ള നിരീക്ഷണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് നിലപാട് എന്ന ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. റോബിൻ ജോൺ, കേരള സമൂഹത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ കൗമാരക്കാരെ, ഒപ്പം തന്നെ യുവജനങ്ങളെ അതീവ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ഈ ഒരു നിലപാടിൽ ചർച്ച ചെയ്യുന്നത്. ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ വേറൊന്നുമല്ല, കേരളത്തിലെ കൗമാരക്കാർക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ, എന്തിനേറെ പറയുന്ന ഈ മുതിർന്നവർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ കൊറിയൻ സിനിമകളോട്, കൊറിയൻ ഡ്രാമകളോട്, കൊറിയൻ ഗെയിംസിനോടുള്ള വല്ലാത്തൊരു അഭിനിവേശം, ഇതൊരു ആരാധന എന്നതിനേക്കാൾ ഉപരി ഭ്രാന്തമായിട്ടുള്ള ഒരു അടിമത്തമായിട്ട് മാറുന്നു. എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു? അതിനെപ്പറ്റി ഒരു ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ജോണിലേക്കും റോബിനിലേക്കും വരാം. നമുക്കറിയാം, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ കൊറിയൻ സിനിമയോടും കൊറിയൻ ഡ്രാമയോടുള്ള ഒരു അഡിക്ഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ജെൻസി, ജെൻ-ആൽഫ തലമുറകൾക്കിടയിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ലഹരി വസ്തുക്കളോട് ആഭിമുഖ്യം പുലർത്തുന്ന, അല്ലെങ്കിൽ അതിനോടൊരു അഡിക്ഷൻ പുലർത്തുന്ന വ്യക്തികളുടെ തലച്ചോറിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവണതയാണ്, ഒരേ പാറ്റേൺ ആണ് ഈ കൊറിയൻ ഡ്രാമകളോട്, കൊറിയൻ സിനിമകളോട് അഡിക്ഷൻ പുലർത്തുന്നവരുടെ തലച്ചോറിൽ കാണുന്നത് എന്ന് ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ആരാധന സ്വാഭാവികമാണ്. ആരാധന നമുക്കറിയാം, നമുക്ക് പലരോടും ആരാധന തോന്നും ഈ പറയുന്ന സിനിമാ താരങ്ങൾ. പക്ഷേ ഇത് അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു ഭ്രാന്തമായിട്ടൊരു അടിമത്തത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കൊറിയൻ സിനിമകൾ കാണുന്നു, കൊറിയൻ ഡ്രാമകൾ കാണുന്നു, ആ കഥാപാത്രങ്ങളെ അനുകരിക്കുന്നു. അവരുടെ ഈ കൊറിയൻ സംസ്കാരം എന്തോ വലിയ മഹത്വമേറിയ ഒരു കാര്യമാണ് എന്ന രീതിയിലുള്ള ചിന്താഗതി കുട്ടികളിൽ, കൗമാരക്കാർക്കിടയിൽ വളരുന്നു. അവരുടെ ഡ്രസ് ശൈലി, അവരുടെ ഹെയർ സ്റ്റൈൽ അനുകരിക്കുന്നു, എന്തിനേറെ പറയുന്നു ഭക്ഷണ ശൈലി വരെ അനുകരിക്കും. ചിലരൊക്കെ ആണെങ്കിൽ അവരുടെ പേരുകളൊക്കെ മാറ്റി ഈ കൊറിയൻ പേരുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് ഇടുന്ന പേരുകൾ ഈ കൊറിയൻ പേരുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഗാസിയാബാദിൽ ആത്മഹത്യ ചെയ്ത 3 കുട്ടികൾ, അവരുടെ ആ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ പേര് എന്ന് പറയുന്നത് 3 കൊറിയൻ പെൺകുട്ടികളുടെ പേരാണ് അവരിട്ടിരിക്കുന്നത്. പലരുടെയും DP, നമുക്കറിയാം വാട്സപ്പ് DP ഒക്കെ ഈ കൊറിയൻ കഥാപാത്രങ്ങളെ DP ആക്കി മാറ്റുന്നു. പലപ്പോഴും ഈ പല കൊറിയൻ ഗെയിംസുകളും ഒരു ആത്മഹത്യാ പ്രവണത സൃഷ്ടിക്കുന്ന കൊറിയൻ ഗെയിംസുകൾ. അപ്പോൾ പണ്ട് നമുക്കറിയാം ബ്ലൂ വെയിൽ ചലഞ്ച്, ഈ മോമോസ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ചില ചലഞ്ചുകൾ ഈ കൊറിയൻ ഗെയിംസിലൂടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൊച്ചു കുട്ടികൾ വരെ, അവരുടെ ചിലരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം പൈലറ്റ്, എഞ്ചിനീയർ, ഡോക്ടർ. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കൊറിയയിൽ പോവുക എന്നുള്ളതാണ്. പല കുട്ടികൾക്കും മലയാളം സംസാരിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് കൊറിയ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കൊറിയയിൽ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വൈറസ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ, ഈ കൗമാരക്കാർക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണങ്ങൾ തേടി പോകുമ്പോൾ ഞെട്ടിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ ജോണിലേക്ക് തുടക്കത്തിൽ തന്നെ വരുമ്പോൾ, ഞാൻ തുടക്കത്തിൽ ആമുഖമായി അവതരിപ്പിച്ച ഈ കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഈ കൊറിയൻ സിനിമ, കൊറിയൻ ഫിക്ഷൻ, കൊറിയൻ ഡ്രാമ, ഈ കൊറിയൻ ഗെയിംസ്, അല്ലെങ്കിൽ കൊറിയൻ കഥാപാത്രങ്ങൾ, സിനിമകൾ, അതിനോട് വല്ലാത്തൊരു അഭിനിവേശം ഈ ഇളം തലമുറയ്ക്ക്, ജെൻ-ആൽഫ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കാലത്ത് കൂടുതൽ യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏകദേശം 25 വയസ്സ് വരെ വേണേൽ അങ്ങനെ ചിന്തിക്കാം. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ആണെങ്കിലും കൂടുതൽ ഇതുപോലെയുള്ള വിവാദത്തിൽപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ ടീനേജേഴ്സ് പോലെയുള്ള കൗമാര പ്രായക്കാരും അതുപോലെ ഏർലി 20s ഒക്കെ ജീവിക്കുന്ന പിള്ളേരൊക്കെ കൂടുതലും ഈ കൊറിയൻ ഡ്രാമകളിലേക്ക്, അല്ലെങ്കിൽ കൊറിയൻ കണ്ടൻസിലേക്ക് കൂടുതൽ വഴുതി പോകുന്നു എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെ പറ്റി 2-3 കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയുന്ന 1-2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇതിനു മുമ്പ് ഈ കൊറിയൻ കണ്ടൻസ് ഒക്കെ വരണേക്കാൾ മുമ്പ് തന്നെ വേറെ ഗെയിമിങ് വെസ്റ്റേൺ വേൾഡിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് GTA, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ പോലെ, അതുപോലെ മറ്റു ഗെയിംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരു കാലഘട്ടത്തിൽ വളരെ അഡിക്റ്റീവ് ആയിട്ടൊരു ഗെയിമുകളൊക്കെ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ. പക്ഷേ ഇത് കളിച്ചിട്ട് ആരും സൂയിസൈഡ് ചെയ്ത ഒരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ സാധാരണ അഡിക്റ്റീവാണ്, വീണ്ടും കളിക്കാൻ തോന്നും എന്നുള്ളതാണെങ്കിലും പക്ഷേ ആരും അഡിക്റ്റീവായിട്ട് കണ്ടിട്ടില്ല. ഇനി നമുക്ക് കുറച്ചും കൂടി ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ, പണ്ട് നോവലുകളായിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ മലയാളത്തിലുള്ള വാരികയിൽ വരുന്ന നോവലുകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വരുന്ന നോവലുകൾ. അപ്പോൾ അതിനു
മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഈ നോവലുകൾ മറ്റേതൊക്കെ വായിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ സൂയിസൈഡോ അങ്ങനെയൊക്കെ ചെയ്ത് പോയി നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടാവായിരിക്കാം, പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കൂടുതൽ ഈ കൊറിയൻ ഡ്രാമകൾ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ കുറേ കണ്ടൻസ് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് പിള്ളേർക്ക്, പ്രത്യേകിച്ച് ഈ കൗമാര കാലഘട്ടം മുതൽ ഒരു ഏകദേശം 25 വയസ്സുള്ള ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര അഡിക്റ്റീവ് എന്നുള്ള രീതിയിലേക്ക് വന്നു. പിന്നെ അവസാനം ചിലപ്പോൾ ഒരു പക്ഷേ സെൽഫ് ഹാമിങ്, പിന്നെ സൂയിസൈഡ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങളും പറയണം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു കൊറിയൻ വേവ് അല്ലെങ്കിൽ ഹാല്യു വേവ് എന്നൊരു ഒരവസ്ഥ തന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കൊറിയൻ അത് ഒരു മാനിപ്പുലേഷനാണ്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു മാനിപ്പുലേഷൻ. അപ്പോൾ അതിന് എയിം ഇടുന്നത്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ ഇറക്കാൻ നോക്കിയാണ്. അപ്പോൾ എന്ത് സിനിമ ഇറക്കുന്നെങ്കിലും ആ സിനിമ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ സ്കെച്ചുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഏജ് സ്പെസിഫിക്കേഷനുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം എയിം ചെയ്ത് ഇറക്കുന്ന മൂവീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആക്ഷൻ മൂവീസ്. അപ്പോൾ ആക്ഷൻ മൂവീസ് കൂടുതലായിട്ടും കാണുന്നത് ഏകദേശം ഒരു 20 തൊട്ട്, ഫോർ എക്സാമ്പിൾ 20 തൊട്ട് വേണം, ഒരു കൗമാരപ്രായം തൊട്ട് വേണമെങ്കിൽ ഒരു 30, 35, 40 വയസ്സുള്ള ആൾക്കാരായിരിക്കും. അതിലുള്ള ആൾക്കാർ കാണുമായിരിക്കാം, പക്ഷേ കൂടുതലും അവർ സ്പെസിഫൈ ചെയ്യുന്നത്. ഫാമിലി മൂവീസ്, കോമഡി മൂവീസ്, അപ്പോൾ ഓരോ ജാൻറയ്ക്കും അതിൻ്റേതായ ആൾക്കാരെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ കൊറിയൻ കണ്ടൻസ്. അത് കൂടുതലും സ്പെസിഫൈ ചെയ്യുന്നത് ഈ വളരെ യങ്ങറായിട്ടുള്ള കുട്ടികളെയാണ്, അല്ലെങ്കിൽ യങ്ങറായിട്ടുള്ള ജനറേഷനെയാണ്, പിള്ളേരൊക്കെയാണ് അതിൽ സ്പെസിഫൈ ചെയ്യണത്. അപ്പോൾ കാരണം എന്തുകൊണ്ടാണ് ഈ യങ്ങറായ ജനറേഷനിലാണ് വൾണറബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടം. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് തെന്നി വീഴാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ തെന്നി വീഴാവുന്ന ഒരു കാലഘട്ടത്തെ പിടിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു പണ്ട് കാലത്ത് പിള്ളേരെ കൊണ്ട് ഒരു പെരുന്നാളിലൊക്കെ പോകുമ്പോൾ ചുറ്റും ഈ വഴിയരികിൽ ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന, എന്താ പറയുക, ഈ കളിപ്പാട്ടങ്ങൾ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ കുട്ടികൾ കൂടുതലും ഈ കളിപ്പാട്ടങ്ങളെ ശ്രദ്ധ ആകർഷിച്ച്, ഒരു പക്ഷേ ആണുങ്ങളാണെങ്കിൽ കൂടുതൽ കാറ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പോകുമായിരുന്നു. പെൺകുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാവകളോ അല്ലെങ്കിൽ ബലൂൺസോ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ അതുപോലെ ഈ വഴിമാണിപ്പക്കാരെങ്ങനെയാണോ പണ്ട് കാലത്ത് ഈ കൊച്ചുകുട്ടികളെ ആകർഷിച്ചിരുന്നത്, അതേ രീതിയിൽ ഒരു മെത്തേഡ് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ മാനിപ്പുലേറ്റേഴ്സ് എന്ന് ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ലോകത്തിലേക്ക് ഇതുപോലെയുള്ള കണ്ടൻസ് ഡെലിവർ ചെയ്യുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ കൂടുതൽ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇതിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കും. ഇങ്ങനെ പോപ്പുലാരിറ്റി വർദ്ധിക്കും എന്ത് വെച്ചാൽ അടുത്ത് മോണറ്റൈസേഷനുള്ള പണിയാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കുറേ നാളുകൾക്ക് ആയിട്ട് നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതുപോലെയുള്ള ബാക്കിയുള്ള മാധ്യമങ്ങളിലൊക്കെ നമുക്ക് റീല് കാണാൻ പറ്റും. പല ഇതിലൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള സാധനങ്ങളാണ്. അതായത് കൂടിപ്പോയി ഒരു 30 സെക്കൻഡോ മാക്സിമം 1 മിനിറ്റോ 2 മിനിറ്റിൻ്റെ ഒക്കെ റീൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാക്കുന്ന റീൽസ് അല്ല. ഇതുപോലെ ഉള്ള മൂവി കമ്പനീസ്, കൊറിയൻ മാത്രമല്ല പല ലാംഗ്വേജിലുള്ള കമ്പനീസ് ഉണ്ടാക്കുന്ന മൂവീസ്, അതല്ലെങ്കിൽ സ്റ്റോറി സെഗ്മെൻറ്റ്സ് കാണാൻ പറ്റും. ഈ സ്റ്റോറി സെഗ്മെൻറ്റ്സ് നിർത്തുന്നത് വളരെ അവിചാരിതമായിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സ്റ്റോറി സെഗ്മെൻറ്റ്സ് കാണുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കാണുന്ന ആൾ അവസാനമായിട്ട് ഒരു എത്തും പിടിയില്ലാതെ ഒരു ബൈറ്റിട്ട്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ക്ലിക്ക് ബൈറ്റ് എന്ന രീതിയിലൊക്കെ ബൈറ്റിട്ട് നിർത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്വത ഉള്ള ഒരാൾ ഒരു പക്ഷേ അത് പോയിന്നിരിക്കില്ല, എങ്കിലും ഒരു പക്വതയുള്ള ആളെ പോലും വശീകരിക്കുന്ന രീതിയിലാണ് ആ ക്ലിക്ക് ബൈറ്റ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലിക്ക് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു ദിവസത്തേക്ക് 1-2 ദിവസത്തേക്ക് ഫ്രീ ട്രയൽ കിട്ടുന്നു. പിന്നെ പേയ്മെൻ്റ് ആണ്, ഒരു മാസത്തേക്ക് 300 ചില്ലാൻ രൂപയോ 400 രൂപ പേയ്മെൻ്റ് ആണ്. അതിന് പല കുക്ക് എഫ് എം അങ്ങനെ പല എഫ് എമ്മുകളൊക്കെ ഉണ്ട്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ കൊറിയൻ മൂവീസിൻ്റെയും അല്ലെങ്കിൽ ഡ്രാമ, പോപ്പ് ഇതുപോലെയുള്ള സാധനങ്ങളുടെ അല്ലെങ്കിൽ ഗെയിമിങ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം ഒരു ക്ലിക്ക് ബൈറ്റ് കൊടുക്കുന്നു. ക്ലിക്ക് ബൈറ്റ് കാണുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു പക്വത വന്ന ആളെ പോലും വശീകരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ വൾണറബിളായുള്ള കാലഘട്ടത്തിൽ, ഈ കൗമാര കാലഘട്ടത്തിൽ ഈ വസ്തുതകൾ കാണുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ആയാലും തീർച്ചയായിട്ടും ഇവരത് ക്ലിക്ക് ചെയ്ത് പോകും. ഇനി അതിൻ്റെ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഇത് ഈ കണ്ടൻറ്റ് നോക്കുമ്പോൾ അത് വളരെ വൈകാരികമാണ്. പ്രത്യേകിച്ച് മനുഷ്യന് ഏറ്റവും കൂടുതൽ നമുക്കറിയാലോ, ഈ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു വസ്തുതയാണ് സ്നേഹം. ഏറ്റവും കിട്ടാത്തതും അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്തതും സ്വീകരിക്കാൻ പറ്റാത്തതും സാധനമൊക്കെയാണ് സ്നേഹം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, കൗമാര കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ കാലഘട്ടത്തിൽ കരുണ, സ്നേഹം, അതുപോലെ തന്നെ റൊമാൻസ്, പ്രണയം അതുപോലെയുള്ള പല വിചാരങ്ങളെ പറ്റി കുട്ടികൾ അറിഞ്ഞ് വരുന്ന
കാലഘട്ടമാണ്. ചിലവരൊക്കെ അതിൽ എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും, ഇല്ലാതെ ഞാൻ പറയില്ല. പക്ഷേ അറിഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അറിഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ വളരെ വൈകാരികമായ ഇമ്പൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമേഴ്സീവ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഈ കൊറിയൻ ഡ്രാമകളിൽ അല്ലെങ്കിൽ കൊറിയൻ സീരീസുകളിൽ വളരെ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇമേഴ്സീവ് ആയുള്ള പ്രത്യേകിച്ച് കെയർ എന്നുള്ളൊരു ഭാഗമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു പുരുഷൻ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു സാധനം ഈ സിനിമ മലയാള സിനിമയിൽ നോക്കി കഴിഞ്ഞാൽ അത്ര ഇമേഴ്സീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി അതേസമയം ഇംഗ്ലീഷ് മൂവീസിലുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് മൂവീസ് നമുക്ക് പറയുമ്പോഴൊക്കെ കുറേ അപ്സീൻ സീനായെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് അഡൽട്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി കളയും. പക്ഷേ ഇവിടെ കൊറിയൻ മൂവീസിൽ അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമ അല്ലെങ്കിൽ ഇത് കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്ര ഇമേഴ്സീവ് ആയിട്ടുള്ള ഈ ഇമോഷണൽ സീൻസുകൾ അങ്ങനെയുള്ള കാണുമ്പോൾ തീർച്ചയായിട്ടും അത് കൗമാരപ്രായ കാലഘട്ടത്തിൽ അതൊരു ഫാൻറ്റസിക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ടൊരു പ്ലഷറിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതൊരു ഫാൻറ്റസിക്ക് കാരണമാവും. അപ്പോൾ അങ്ങനെ ഒരു ഫാൻറ്റസി അതാണ് പറഞ്ഞത് ഈ സ്റ്റാർഡം ഐഡൽ വർഷിപ്പ് എന്ന പോലെ തന്നെ ഈ താരാരാധന എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൽ അഭിനയിക്കുന്ന ഈ BTS എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ കാണുന്ന ഈ കൊച്ചു പിമ്പിള്ളേരും അല്ലെങ്കിൽ ഇപ്പോൾ 25, 26, 27 ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കാണുന്നത്. അപ്പോൾ അവരതിനൊരു താരപരിവേഷം കൊടുക്കുന്നു, ഒരു ഫാൻറ്റസി ലെവലിലേക്ക് അത് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യണേ. ഇതാണ് സ്നേഹം, ഇതാണ് കെയറിങ്, ഇതാണ് ലവ്. അപ്പോൾ കൊറിയൻ ആൾക്കാരുടെ കൾച്ചർ ഇതാണ് എന്ന് വെച്ചിട്ടാണ് ഇത് നമ്മളെ ഈ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സീരീസ് ഓട്ടോ പ്ലേ എന്നുള്ള രീതിയിലാണ് നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെ പല OTT പ്ലാറ്റ്ഫോംസും കൊടുക്കുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഇതുപോലെയുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓട്ടോ പ്ലേ എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞ് അടുത്ത സീരീസ് തന്നെ വരുന്നു, വീണ്ടും അത് കാണുന്നു. അപ്പോൾ അത് നമ്മൾ ബിഞ്ച് വാച്ചിങ് എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങനെ എല്ലാം കണ്ട് തീർക്കുന്നു. അപ്പോൾ അവിടെ കാശും പോകുന്നുണ്ട്, സമയം പോകുന്നുണ്ട്. അതേസമയം ഈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ഇമേഴ്സീവ് ആയിട്ടുള്ള കണ്ടൻസ് നമ്മുടെ ഈ പിള്ളേരുടെ മനസ്സിലേക്കും ചിന്തയിലേക്കൊക്കെ വന്നെത്തുന്നുണ്ട്. ഇത് ഒരേ സമയം അഡിക്ഷനാണ്. നമുക്കറിയാം സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഒരേ സമയം അഡിക്ഷനാണ്. കാരണം ഇതുപോലത്തെ അടുത്ത കണ്ടന്റ് ഇത് ഫുൾ എപ്പിസോഡ് ഒരു 40 എപ്പിസോഡ് എന്ന് വയ്ക്കാം. അതും ഒരു എപ്പിസോഡ് 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള എപ്പിസോഡായിരിക്കും. ഞാൻ പറഞ്ഞ നെറ്റ്ഫ്ലിക്സിലെ എപ്പിസോഡല്ല ഞാൻ പറഞ്ഞത്, ഈ സ്റ്റോറി ലൈനിലായിട്ടുള്ള ചെറിയ ആപ്ലിക്കേഷൻസ് കിട്ടും. അതിലെ എപ്പിസോഡ് ഞാൻ പറഞ്ഞത്. ഈ നെറ്റ്ഫ്ലിക്സിലെ എപ്പിസോഡൊക്കെ ഫോർ എക്സാമ്പിൾ ഒരു 15 to 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സിലെ എപ്പിസോഡ്. അങ്ങനെ ഗെയിം ഓഫ് ത്രോൺസിന് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു 3 ആഴ്ച കൊണ്ട് ഒരു ഏകദേശം 10 സീസണോളം ഞാൻ കൊണ്ടെത്തിച്ചായിരുന്നു. എങ്ങനെയാണ് കൊണ്ടെത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കണ്ടു തീർക്കാന്നുള്ള രീതിയിൽ സ്കിപ്പ് ചെയ്ത് രീതിയിൽ. കാരണം എന്താ കണ്ടന്റ് എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെയാണ് ഒരു 10 സീസൺ ഒരാഴ്ച കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ എങ്ങനെ എത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമ്മൾ സ്കിപ്പ് ചെയ്ത് അടിച്ചടിച്ച് കളഞ്ഞിട്ടാണ് ഞാൻ എത്തിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാനും ഒരു തരം അഡിക്റ്റഡായി പോയ പോലെ ഒരവസ്ഥയായിരുന്നു ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞാൽ 10 സീസൺ അല്ല 7 സീസണോളം 10 സീസണൊന്നല്ല 7 സീസണോളം ഞാൻ കൊണ്ടെത്തിച്ചത്. പിന്നെ ഞാൻ നിർത്തി. കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ കൊറിയൻ കണ്ടൻസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ സ്ട്രാറ്റജി, ഇവരുപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണ്, ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടതാണ് സാധാരണ എല്ലാ പ്രൊഡക്ട്സും ഈ മാർക്കറ്റിലെത്തുന്ന എല്ലാ പ്രൊഡക്ട്സും വിൽക്കുന്ന പോലെ തന്നെയാണ് ഇതുപോലെയുള്ള കണ്ടൻസും യൂട്യൂബോ അല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൽ വിൽക്കുന്നത്. അങ്ങനെ വിൽക്കപ്പെടുമ്പോൾ ഇവർക്ക് കൂടുതൽ ഇതിലൂടെ ആദായം ഉണ്ടാക്കുന്നു. അപ്പോൾ എങ്ങനെ ഏറ്റവും കൂടുതൽ ആദായം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം ആ മാർഗ്ഗമാണ് ഇവർ സ്വീകരിക്കുന്നത്. അതിനുള്ളൊരു ഏറ്റവും വലിയ മാർഗ്ഗമാണിത്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ബ്യൂട്ടി സെൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം, ബ്യൂട്ടി ഗ്ലാമർ അതുപോലെ തന്നെ എസ്തറ്റിക് സെൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ കൂടുതലൊക്കെ ഈ എസ്തറ്റിക് സെൻസ് എന്നുള്ള രീതിയിൽ ഫെയറി ടൈൽ നമുക്ക് പണ്ട് പറയില്ലേ, അതേ രീതിയിലേക്കാണ് ഈ എസ്തറ്റിക് സെൻസ് ഇവർ ഈ കൊറിയൻ ആയിട്ടുള്ള ഡ്രാമകളിലും അതുപോലെയുള്ള അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് കാണുന്ന ഈ ചെറിയ പിള്ളേരൊക്കെ വിചാരിക്കും ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫാൻറ്റസി വേൾഡിൽ ഇവർ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ എസ്തറ്റിക് സെൻസും കൂടി ആകുമ്പോൾ അങ്ങനത്തെ ഒരു ബ്യൂട്ടി സെൻസ് ഉണ്ടാക്കിയെടുക്കാൻ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പെൺപിള്ളേരാണ് കൂടുതലൊക്കെ ബ്ലോണ്ട് ടൈപ്പിൽ മുടിയൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ കൊറിയൻ ടൈപ്പിലൊക്കെ മുടി ഈ വെട്ടുന്നു, അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പുരിയങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു, വേഷവിധാനങ്ങൾ മാറ്റുന്നു, അങ്ങനെയുള്ള ഭാഷ പഠിക്കുന്നു.
ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, എസ്തെറ്റിക് സെൻസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് ഇതെന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള പ്രധാന മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇത് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. കാണുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ കൗമാരപ്രായക്കാരും കൂടുതൽ പോയ ഏർലി 20s ഉള്ള വിവാദപ്പെട്ട ആൾക്കാരാണ്. ഇവരൊക്കെ ഇത് കാണുമ്പോൾ ഇവരുടെ വിചാരം ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് കൊറിയയിലെ അവസ്ഥ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, കൊറിയൻ ലാംഗ്വേജ് പഠിക്കുന്നു, കൊറിയയ്ക്ക് പോകാൻ വേണ്ടി നോക്കുന്നു, കൊറിയയാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ കൊറിയയിലെ നടന്മാരാണ് യാഥാർത്ഥ്യം എന്നുള്ള നിലയിലേക്ക് അവരൊക്കെ അവരുടെ ചിന്താഗതികൾ മാറ്റുവാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നേരത്തെ ഈ എസ്തെറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞു, അതിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താനുള്ളത് അൺറിയലിസ്റ്റിക് ആയുള്ള ബ്യൂട്ടി സെൻസ് ആണ് ഞാൻ പറയുന്നത്. അൺറിയലിസ്റ്റിക്, അതായത് ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ബ്യൂട്ടി ഉണ്ടാവില്ല. അത് ഞാൻ നേരത്തെ പറയാൻ കാരണം ഫെയറി ടൈൽ എന്നുള്ള രീതിയിലൊക്കെ ഈ കൊറിയൻ കണ്ടൻസൊക്കെ ഇവർ ഈ ബ്യൂട്ടി സെൻസ് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അത് കമ്പൾസീവ് എന്നുള്ള രീതിയിൽ പിള്ളേർക്ക് ഇത് കാണാൻ കാരണമാകുന്നു എന്നാണ് പറയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് കൊറിയൻ ഡ്രാമകളുടെ ഒരു ബെയ്റ്റ്, അല്ലെങ്കിൽ ഡ്രാമകളോ അതിൻ്റെ ഫിലിംസോ സീരീസോ അതിൻ്റെയൊക്കെ ബെയ്റ്റുകൾ. രണ്ടാമത്തെ അതിൻ്റെ മോണിറ്റൈസേഷൻ പർപ്പസ്. മൂന്നാമത്തെ പറയുന്നത് അതിൻ്റെ എസ്തെറ്റിക് സെൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി, ഇമോഷണൽ ആയിട്ടുള്ള ഇമേഴ്സീവ് കണ്ടൻസ്. അടുത്ത് ഞാൻ പറയാൻ പോണത് ഇതൊരു ഹാബിറ്റ് ഫോർമേഷനായിട്ട് പിന്നീട് മാറാൻ സാധ്യതയുണ്ട്. അത് അഡൾട്ട് ആയിക്കോട്ടെ, ഈ യങ്ങർ അഡൾട്ട് ആയിക്കോട്ടെ, ഈ ടീനേജ് വിഭാഗത്തിൽ പെടുത്തുന്ന പിള്ളേരായിക്കോട്ടെ, ഇത് ആർക്കായാലും ഞാൻ നേരത്തെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതൊരു അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. കൊക്കേനോ അല്ലെങ്കിൽ മറ്റു ബിഹേവിയർ അഡിക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതൊരു അഡിക്ഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ അഡിക്ഷനായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ വീണ്ടും ഇതുപോലെയുള്ള കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഈ ഇതുപോലെയുള്ള കണ്ടന്റ് ഇറക്കുന്ന കമ്പനികൾക്ക് ആദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കണ്ടന്റ് അവർ കൂടുതലും ഇറക്കിക്കൊണ്ടിരിക്കും. അത് പിന്നീട് അവസാനം ഒരു പക്ഷേ സെൽഫ് ഹാമിങ്ങിനോ അല്ലെങ്കിൽ അതുവഴി മറ്റുള്ള ഫിനാൻഷ്യൽ ലോസോ അതുപോലെ അല്ല ഡിപ്രഷനിലോ അങ്ങനെയൊക്കെ അവസ്ഥയിലൊക്കെ ഇതുപോലെയുള്ള കണ്ടൻസ് കൊണ്ടെത്തിക്കാൻ വളരെ സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ഞാൻ ഈ ഫോർ എക്സാമ്പിൾ ഈ ഗാസിയാബാദിൽ 3 സഹോദരിമാർ മരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഈ വെളിച്ചത്തിൽ പറയുകയാണ് അവർ ഉപയോഗിച്ചിരുന്ന ഗെയിം ഏതാണ്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ഗെയിമോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൊറിയൻ ലവ് ഗെയിം എന്ന് പറഞ്ഞൊരു കണ്ടന്റാണ്. അപ്പോൾ ഏകദേശം പലതരം കൊറിയൻ കണ്ടന്റ്, ഇപ്പോൾ ഞാൻ 1-2 കൊറിയൻ്റെ പേര് പറയാം. സ്ക്വിഡ് ഗെയിംസ്, ക്രാഷ് ലാൻഡിംഗ് ഓൺ യു, ക്വീൻ ഓഫ് ടീയേഴ്സ്, അങ്ങനെ പല കൊറിയൻ കണ്ടൻസ് ഉണ്ട്. ഇതിൽ ഏകദേശം 68% അത് ഇന്ത്യൻ യൂത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഏകദേശം 68% ഇന്ത്യൻ യൂത്ത് കെ പോപ്പ് ഇതിന് അഡിക്റ്റാണ്. രണ്ടാമത്തെ വീണ്ടും പറയുകയാണ് 72% കെ ഡ്രാമകൾ അതായത് കെ ഡ്രാമ എന്ന് ഉദ്ദേശിക്കുന്നത് കൊറിയൻ പോപ്പ് ഡ്രാമകൾ വായിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്റ്റഡിയും കൂടി പറയുകയാണ്. ഇത് കെ ഡ്രാമയോ കെ പോപ്പായിട്ടോ ബന്ധമില്ല, എങ്കിലും അതായിട്ടൊരു ചെറിയൊരു റിലേഷനൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. 2013 മുതൽ 2023 വരെ ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്ത റേറ്റ് നോക്കുമ്പോൾ 2013-2023 വരെ ഏകദേശം 65% ടീനേജ് സൂയിസൈഡിലുള്ള റേറ്റ് വന്നിരിക്കുന്നത്. ചിൽഡ്രൻ ആൻഡ് ടീനേജ് എന്ന് പറയുമ്പോൾ ഏകദേശം 13,892 കേസസാണ് വന്നിരിക്കുന്നത്. അത് എല്ലാം ഈ കെ പോപ്പ് കെ ഡ്രാമ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് ലിങ്കുണ്ട്. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചതിൻ്റെ അഡിക്ഷൻ വാങ്ങിച്ചു വെച്ചതിൻ്റെ ആയിരിക്കാം. അങ്ങനെ പല കാരണങ്ങളാണ്. അപ്പോൾ ബ്ലൂ വെയിൽ ചലഞ്ച് ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് അറിയാം, അപ്പോൾ മോമോ ചലഞ്ചസ്, അങ്ങനെ പല ചലഞ്ചസ് ചെയ്യും. ഇനി അത് ഗ്ലോബലി നോക്കുമ്പോൾ ഒരു വർഷം ഗ്ലോബലി നോക്കുമ്പോൾ 7,27,000 പീപ്പിൾ, മനുഷ്യരെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ടീനേജ് വിഭാഗത്തിൽ പെടാം, ഈ മരിക്കുന്നുണ്ട് ബൈ സൂയിസൈഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ യുദ്ധങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പോൾ ഇറാൻ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ മാരക രോഗങ്ങൾ വഴിയുള്ള മരണം കഴിഞ്ഞാൽ 3-ാം സ്ഥാനം നിൽക്കുന്നത് ഈ സൂയിസൈഡാണ്. അതായത് മനുഷ്യൻ സ്വയം മരിക്കുന്നു എന്നുള്ളതാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1 യുദ്ധങ്ങളായിരിക്കാം, 2 മാരക രോഗങ്ങളായിരിക്കാം. 3-ാം സ്ഥാനം നിൽക്കുന്നത് ഈ സൂയിസൈഡാണ്. 7,27,000 ആളുകൾ സൂയിസൈഡ് വഴി ഓരോ വർഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു കണക്കാണ്. ഇനി സൂയിസൈഡ് ഈസ് ലീഡിങ് കോസ് ഓഫ് ഡെത്ത് എമംഗ്, അതായത് 15 തൊട്ട് 29 വയസ്സുള്ള പ്രായത്തിലുള്ള ആളുകളെയാണ് ചെറുപ്പക്കാർ വേണമെങ്കിൽ വിളിക്കാം, യങ്ങർ അഡൾട്ട്സ് വേണമെങ്കിൽ വിളിക്കാം, ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ അഡിക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടിയേർത്ത് പറയുകയാണ്, ഇത് കൊറിയൻ ഗെയിംസോ അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമകൾ, കൊറിയൻ ഇതായിട്ടുള്ള ഇത് മാത്രമല്ല മറ്റു കാര്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. സോഷ്യൽ മീഡിയ അഡിക്ഷൻസ്, ഗെയിംസ്, അപ്പോൾ അങ്ങനെ പല ഗെയിമുകൾ അഡിക്ഷൻസ്. അപ്പോൾ നമുക്കറിയാലോ
പലപ്പോഴും മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ പാരൻസ് മൊബൈൽ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നത് ഈ തൽക്കാലത്തേക്ക് ഒരു ശല്യം ഒഴിവാവട്ടെ, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് മിണ്ടാതിരിക്കുള്ളൂ എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. പക്ഷേ പിന്നീടാണത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് കൂടുതലായിട്ട്. അപ്പം അങ്ങനെ മൊബൈൽ നമ്മൾ പാരൻസ് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഒരു പക്ഷേ അത് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് സാധിക്കുന്നില്ല. അത് കുട്ടിക്ക് മാത്രമല്ല, അത് അഡൾട്ടായാലും അങ്ങനെ തന്നെയാണ്. ഒരു മാസത്തേക്ക് നമ്മളോട് മൊബൈൽ മാറ്റി വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചിന്ത വരും. ആ മെസ്സേജ് ഈ മെസ്സേജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കുറേ ചിന്ത വരാൻ സാധ്യതയുണ്ട്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരായ നമുക്കും, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു അഡൾട്ട്സ് എന്ന രീതിയിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് ഈ മൊബൈലൊക്കെ വാങ്ങിച്ചു വെച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഗെയിമിന് അഡിക്റ്റ് ആയ ആൾക്കാർ മൊബൈലൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് പിന്നീട് സൂയിസൈഡിലേക്കോ, കാരണം അത് ഡിപ്രഷനിലേക്ക് നയിക്കുകയാണ് ചെയ്യണേ. ഇത്ര നാൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലഷർ, ഈ ഡോപ്പോമൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരവസ്ഥ, അത് ഭയങ്കരമായിട്ട് ഇല്ലാതായി പോവാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്ക് നെക്സ്റ്റ് ഓപ്ഷൻ അവർ കാണുന്നത് ഈ ട്രൊമാറ്റൈസ്ഡ് ആയ നെക്സ്റ്റ് ഓപ്ഷൻ അവർ കാണുന്നത് സൂയിസൈഡ് എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇത് തന്നെയാണ് മിക്ക അഡിക്ഷൻ്റെയും കാരണം. അത് കൊക്കൈൻ ആയിക്കോട്ടെ, ലഹരി മറ്റേ MDMA ആയിക്കോട്ടെ, ഈ പറയുന്ന ആൽക്കഹോളിക് അഡിക്ഷൻ ആയിക്കോട്ടെ, മറ്റേത് അഡിക്ഷൻ ആയാലും ഈ ഒരു കിട്ടിക്കൊണ്ടിരുന്ന പ്ലഷർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഡ്രോവൽ സിംറ്റംസിൻ്റെ, അതിൽ ബ്രെയിൻ റീറൂട്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ റീവയർ ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പലർക്കും സാധിക്കുന്നില്ല. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ്, അവർ ചിന്തിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ സൂയിസൈഡ് എന്നുള്ള രീതിയിൽ കണ്ടെത്തുന്നത്. K-pop അല്ലെങ്കിൽ K-ഡ്രാമകൾ, കൊറിയൻ ഡ്രാമകൾ മാത്രമല്ല, അല്ലെങ്കിൽ കൊറിയൻ കണ്ടൻസ് മാത്രമല്ല, അത് ഏത് കണ്ടന്റ് ആയാലും ശരി അങ്ങനെയാണ്. റോബിൻ, അപ്പോൾ ജോൺ പറഞ്ഞത് വളരെ വ്യക്തമാണ്. പല കാരണങ്ങൾ, പല വൈകാരികമായിട്ടുള്ള കാരണങ്ങൾ എന്തുകൊണ്ട് കുട്ടികൾ അതിനോട് അട്രാക്ട് ചെയ്യപ്പെടുന്നു, അതിൻ്റെ പല കാരണങ്ങളും ജോൺ പറഞ്ഞു വെച്ചു. ഇതിന് അതിതീവ്രമായിട്ടുള്ള ചില അവതരണ ശൈലികൾ, പ്രണയത്തെ മഹത്വവൽക്കരിക്കുന്ന അവതരണ ശൈലികൾ. അപ്പോൾ നമുക്കറിയാം, ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക. ഇതിനൊരു സൊല്യൂഷൻ, ഇത് പൂച്ചയ്ക്കാര് മണി കെട്ടുമെന്ന് പറയുന്നത് പോലെ ഇതിനെ ആര് തടയിടും? നമുക്ക് കുട്ടികളോട് ഒറ്റയടിക്ക് ഇപ്പോൾ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു ജ്ഞാനത്തോടെ, വിവേകത്തോടെ, തന്ത്രപരമായിട്ട് ഈ കാര്യത്തെ ഡീൽ ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചില്ല. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഈ കൊറിയൻ ഡ്രാമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊറിയൻ സിനിമകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ അഡിക്ഷൻ, ഇതിനുള്ള അഡിക്ഷൻ എനിക്ക് തോന്നുന്നത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ രീതിയിലുള്ള അഡിക്ഷൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പഴയ ഗ്രീസിലെ ഡ്രാമകളുടെ കാര്യം എടുക്കുക. അന്നത്തെ ഡ്രാമകളോട് എത്രത്തോളം അഡിക്ഷൻ അന്നത്തെ ജനങ്ങൾ കാണിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഗ്രീഷ്യൻ ലിറ്ററേച്ചറുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ അതിനുശേഷം വന്നാലും പിന്നീട് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളാണെങ്കിലും അങ്ങനെ വരുമ്പം പിന്നെ പോയംസ് വരികയാണെങ്കിൽ എനിക്കൊന്ന് കീറ്റ്സിൻ്റെ പോയംസിനോടൊക്കെ ആ കാലഘട്ടത്തിൽ എത്രത്തോളം അഡിക്ഷൻ യുവാക്കൾ കാണിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞ് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്ന് നോവലുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ദസ്തേവ്സ്കിയുടെ നോവലുകളാണ്. ആ നോവലുകൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വേറൊരു ലോകത്തിലായി പോകുന്നുള്ളതാണ്. ഒരു ഭ്രാന്തമായ പുള്ളിയുടെ ഒരു ശൈലിയുടെ അനുസരിച്ചുള്ളൊരു ഭ്രാന്തമായ ലോകത്തിലേക്ക് നമ്മൾ എന്താണെങ്കിലും ആ നോവൽ വായിച്ച് ഒരു 2-3 ദിവസം നമ്മൾ ആ ക്യാരക്ടറായി മാറുന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അതുപോലെ എന്നാൽ ആ അഡിക്ഷൻ അല്ല, നമ്മൾ ജിബ്രാൻ്റെ നോവലുകളിലേക്ക് വരുമ്പം മറ്റൊരു അഡിക്ഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ട് ഫീലിങ്ങും തമ്മിൽ വ്യത്യാസം. എനിക്ക് തോന്നുന്നു ഈ രണ്ടാളുകളെ കുറിച്ച് പറയുമ്പോൾ ജിബ്രാൻ്റെ നോവലുകളിലോട് ഉണ്ടാകുന്ന അഡിക്ഷൻ, അത് വായിച്ചിട്ടുണ്ടാകുന്ന അഡിക്ഷനും ഈ ദസ്തേവ്സ്കിയുടെ നോവലുകൾ വായിച്ചിട്ടുണ്ടാകുന്ന അഡിക്ഷനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇനി എനിക്ക് തോന്നുന്നു സൂയിസൈഡുകളെ കുറിച്ച് എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചറുകൾ ഇത് കേട്ടിട്ട് ഈ ഗ്ലൂമി സൺഡേ എന്ന് പറയുന്ന ഒരു പോയം ഉണ്ടായിരുന്നു, ഒരു സോങ്. ഏകദേശം 1933 കാലഘട്ടങ്ങളിൽ വന്ന സമയം, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം വന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ആ സോങ് BBC നിരോധിക്കുന്ന, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് BBC അത് നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വെച്ചാൽ ഈ പല ആളുകളും സൂയിസൈഡ് ചെയ്ത് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പാട്ട് ഉയർന്നു വരികയോ, അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ടുകൾ, ഈ പാട്ടിൻ്റെ നോട്ടുകൾ എൻ്റെ ഈ പേപ്പറുകൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം. അങ്ങനെ പല സ്ഥലങ്ങളും നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഗ്ലൂമി സൺഡേ എന്ന് പറയുന്നത്. വെച്ചാൽ അതുപോലെ അങ്ങനെ എന്ന് വെച്ചാൽ, കാരണം അത് ആ രീതിയിലുള്ള വൈകാരികതയായിരുന്നു അത് ഉണർത്തിയിരുന്നത്. കാരണം അന്ന് ഗ്രേറ്റ് ഡിപ്രഷൻ കഴിഞ്ഞ കാലഘട്ടം, വളരെ ദാരിദ്ര്യം, അരക്ഷിതാവസ്ഥ, അതുപോലെ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുള്ള അരക്ഷിതാവസ്ഥകളെല്ലാം കാലഘട്ടത്തിൻ്റെ ആ സമയത്താണ് ഈ സോങ് വരുന്നത്. ആ സോങ് വരുമ്പോൾ അതിൻ്റെ വരികൾ ആളുകളെ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളത്.
അതേ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ബൗദ്ധികമായി വായിക്കപ്പെട്ടിട്ടുള്ള എന്നാൽ ആ ഒരു രീതിയിലേക്ക് പോകുന്നൊരു സാധനമാണ് TS എലീറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന പോയട്രി. ആ ഒരു അതേ രീതിയിലുള്ള ഒരു സാധനമായിരുന്നു ഉണർത്തിയത്. കാരണം ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഏകദേശം 1922 കാലഘട്ടങ്ങളിലാണ് ഈ TS എലീറ്റിൻ്റെ ഈ വേസ്റ്റ് ലാൻഡ് വരുന്നത്. ഏകദേശം ആ വേസ്റ്റ് ലാൻഡ് അന്നത്തെ യൂറോപ്പിനെ അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണോ അതുപോലെ വരച്ചു വയ്ക്കുന്ന ഒരു സാധനമായിരുന്നു. അതിനൊരു ഭയങ്കര ഡിഫറൻഷിൻ്റെ ഒരു സാധനം കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പിന്നെ ഡ്രാക്കുളയുടെ നോവലുകൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു തരത്തിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡ്രാക്കുളയുടെ നോവലുകൾ കഴിച്ചിട്ട് എത്രയോ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ആളുകൾ രാത്രികാലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ ഓരോ രീതിയിലുള്ള അഡിക്ഷൻ്റെ സംഗതികളായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഞാൻ ഏറ്റവും നിസ്സാരം ഈ അടുത്ത കാലത്ത് ഇപ്പം ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ, അതുപോലെ ഇറാൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകളോട് പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അവരേറ്റവും ആദ്യം പറയുന്നത് നിങ്ങളുടെ സിനിമകൾ, ഇന്ത്യൻ സിനിമകൾ അവർക്ക് നമ്മളെ കഴിഞ്ഞ് ബൈഹാർട്ടാണ് ഇവിടുത്തെ നടന്മാരെല്ലാം. സിനിമകൾ എല്ലാം എന്ന് വെച്ചാൽ അതുപോലെ അവർക്ക് ആ സിനിമകളോട്, ഇന്ത്യൻ സിനിമകളോട് അത്രയും അഡിക്ഷനുള്ള മനുഷ്യർ. ഞാൻ തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് നമ്മുടെ നടന്മാരെല്ലാം വളരെ കൃത്യമായിട്ട് ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ എല്ലാവരെയും അവർക്ക് അറിയാം. അവർ ഭയങ്കര ഏണസ്റ്റായിട്ട് അതിനോട് പ്രതികരിക്കുന്നത് വെച്ചാൽ അതുപോലെ അഡിക്ഷൻ അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഡിക്ഷൻ. അപ്പം നമ്മൾ ഈ അഡിക്ഷനുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് അഡിക്ഷനുകൾ, ഇപ്പോൾ സിനിമയുടെ കാര്യം, ഇപ്പോൾ വെസ്റ്റേൺ ഭാഗത്തു എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു കാലത്ത് വന്നത് ദ റിങ് എന്ന് പറഞ്ഞിരുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. ഈ അന്ന് നമ്മൾ ഈ TV-യിൽ കൂടി സിനിമ കാണുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഈ കാസറ്റ് ഇട്ട് കാണുന്ന ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സിനിമ. അപ്പം ഈ കാസറ്റ് ഇട്ട് വെച്ചിട്ട് TV-ക്കുള്ളിൽ നിന്നും കിണറിൽ നിന്നും ഒരു പ്രേതം ഇങ്ങനെ വരുന്നു, ഒന്നിച്ച് അത് വന്ന് TV-ന്ന് പുറത്തിറങ്ങി വരുന്നു. അത് ഭയങ്കരമായിട്ട് ലോകം മുഴുവൻ ആളുകളെ ഭയങ്കര ഭീതിയിലാഴ്ത്തിയ ഒരു സിനിമയായിരുന്നു ദ റിങ് എന്ന് പറഞ്ഞത്. റിങ്ങിന് പിന്നെ വേറെ ഭാഗങ്ങൾ ഇറങ്ങി. അപ്പം ഈ അഡിക്ഷൻ ഇതുപോലെയുള്ള ഡ്രാമകളിലേക്ക്, സിനിമകളിലേക്കുമുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ ഈ ലിറ്ററേച്ചറിലുണ്ട്. അത് ലിറ്ററേച്ചറിൻ്റെ വിജയം ശരിക്കും അതാണ്. ആ അഡിക്ഷനാണ് ആ ലിറ്ററേച്ചറിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ സമീപിക്കുമ്പോൾ ഓർക്കുക, നമുക്കൊരു അട്രാക്ഷനും അഡിക്ഷനും അതിനോട് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ അട്രാക്ഷനും അഡിക്ഷനും ഒരു പരിധിവരെ ഒരു പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം, ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത്. ആ രീതിയിൽ നമ്മൾ കൊറിയൻ ഡ്രാമകളെയും ഈ കൊറിയൻ സിനിമകളെല്ലാം സമീപിക്കും. കൊറിയൻ സിനിമകളുടെ ഒരു പ്രത്യേകത, പല സിനിമകളും ഭയങ്കര വയലൻ്റാണ്. കൊറിയൻ സിനിമകളിൽ പലതിനും ഭയങ്കര വയലൻ്റാണ്. ഡ്രഗ് അത് ഇത് എല്ലാമായിട്ട് ഭയങ്കര വയലൻ്റാണ്. ഇനി സോഫ്റ്റ് ഡ്രാമകളുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നേരത്തെ എനിക്കൊന്ന് ജോൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊച്ചു ഡ്രാമകൾ, കഥകൾ വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് എത്ര ഇപ്പോൾ അവരതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഇട്ട് തരുമ്പോൾ പോലും അത് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ സോഫ്റ്റ് സ്റ്റോറിക്ക് അത്ര വലിയൊരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പലപ്പോഴും പല സ്റ്റോറികളും വളരെ ബ്യൂട്ടിഫുള്ളാണ്. പലപ്പോഴും ആളുകൾ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൊക്കൈൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ തോന്നും എന്ന് പറയുന്ന പോലെ, നേരത്തെ ജോൺ തന്നെ സൂചിപ്പിച്ച ഗെയിം ഓഫ് ത്രോൺസിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. ലോകം മുഴുവൻ ആളുകൾ അതിനുവേണ്ടി കാത്തിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന അതിൻ്റെ ആ സീരീസിന് വേണ്ടി. അതുപോലെ പല സീരീസുകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊറിയൻ ഡ്രാമകൾക്ക് അങ്ങനെ ഈ വയലൻസിനോട് ഒരു അട്രാക്ഷൻ ഉള്ളവർക്ക് ആ സിനിമകളിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആകും. ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വയലൻസിൻ്റെ എക്സ്ട്രീമിലൂടെയൊക്കെ പോകുന്ന സിനിമകളാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ എക്സ്ട്രീമുകളിലൂടെ പോകുന്ന പല സ്റ്റോറികളുമാണ് കൊറിയയുള്ളത്. ചൈനയിൽ നിന്നും അതുപോലുള്ള സംഗതികൾ ഇറങ്ങുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഈ മോഡേൺ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇറക്കിയിട്ടുള്ള, ആയിരക്കണക്കിന് കോടി രൂപ ഇറക്കിയിട്ടുള്ള സാധനങ്ങളാണിതെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് ആളുകളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി പണം ഇറക്കുന്നതും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗെയിംസിൻ്റെ കാര്യം എടുക്കുക. ഒരുപാട് പല ഗെയിംസുകളും വന്നിട്ടുണ്ട്. ഈ ഗെയിംസ് എല്ലാം അവരുദ്ദേശിക്കുന്നത് ആ ഗെയിംസ് കളിക്കുന്ന ആളുകൾ, കാരണം ഒരുപാട് ഗെയിംസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഗെയിംസ് ഇറങ്ങുമ്പോൾ, മറ്റ് ഗെയിമുകൾ ഇറങ്ങുമ്പോൾ ഈ ഗെയിമിൽ നിന്ന് ആളുകൾ പോവരുത്.
കാരണം അവരെല്ലാം കോടിക്കണക്കിന് രൂപ ഇതിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കമ്പനികൾ, ആ കമ്പനികളിൽ മറ്റ് കമ്പനികൾ, മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതാണ് ഈ കമ്പനികളിൽ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി ഒരുപാട് കോടികൾ ഇറക്കി ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലൊരു ഗെയിം ഇറക്കുമ്പോൾ അവരുദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ആളുകൾ മാറിപ്പോകരുത് എന്ന് തന്നെയാണ്. കാരണം മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗെയിമുകളും കാര്യങ്ങളുമാണ് ഇവർ ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാരണം നമ്മുടെ കുട്ടികളെ, കാരണം ഈ ഗെയിമിലാണ് കൂടുതലും പല കുട്ടികളും സൂയിസൈഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്, ഈ അഡിക്ഷനിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അഡിക്ഷൻ്റെ കാര്യം പറയുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ അതല്ല അത് ഇപ്പോൾ ആ ഗെയിം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വേറൊരിടത്തിൽ അഡിക്ഷനാകും. കാരണം നമ്മൾ തന്നെ വളർന്നു വന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ പോകുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. എന്തേലും കാരണം ഒന്നിലേക്കും ഒരു അഡിക്ഷന് പോകാതിരുന്ന് എന്തൊരു കുഴപ്പമുണ്ട് എന്നുള്ളത്. കാരണം മനുഷ്യൻ അങ്ങനെ ഒരു സാഹചര്യമാണ് മനുഷ്യനുള്ളത്. കാരണം ആ അഡിക്ഷൻ എന്ന് പറയുന്നതാണ് പല സാധനം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറയും ഇൻട്രസ്റ്റ്, ഒരു സാധനത്തിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ സാധനം ഉള്ളതുകൊണ്ടാണ് പലതും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാനും നമുക്ക് കഴിയുന്നത് എന്നുള്ളൊരു വസ്തുത മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡിക്ഷനിലേക്ക് പോകുന്നതിനെ എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാന. കാരണം നമുക്ക് മറ്റേ ഇത് തടയാൻ കഴിയില്ല. ഇങ്ങോട്ട് വരുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഒരു ഗെയിം നിരോധിച്ചാൽ 1000 ഗെയിമുകൾ വേറെയുണ്ട്. ഒരു സിനിമ നിരോധിച്ചാൽ അതിലും വലിയ ഒരുപാട് സിനിമകൾ നിൽക്കുന്നു. ഒരു ഡ്രാമ നിരോധിച്ചാൽ ഒരുപാട് ഡ്രാമകൾ ബാക്കി നിൽക്കുന്നു. അത് മാത്രമല്ല, ഈ നിരോധിക്കുന്ന സാധനം എങ്ങനെയും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, മൊബൈൽ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സിനിമകൾ, ഡ്രാമകൾ, നമ്മളിപ്പോൾ സെക്സ്വൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നത്. കാരണം അത് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് പലപ്പോഴും സെക്സ്വൽ എഡ്യൂക്കേഷൻ, കാരണം അത് പലപ്പോഴും വളരെ മോശമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കുട്ടികൾക്ക് സെക്സ്വൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയാം. ഈ പുതിയ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ, ഗെയിമുകളുടെ എല്ലാ അതിപ്രസവത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സ്കൂളുകളിലും അതുപോലെ വീടുകളിലും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാന കാര്യം. കാരണം അതിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ ഓർക്കുക, ഇപ്പോൾ പോൺ വീഡിയോസ് കാണുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോടാനുകോടി സോഴ്സുകളാണെന്ന് ഇൻ്റർനെറ്റിൽ ഈ കുട്ടികൾക്ക് പോൺ വീഡിയോസിന് വേണ്ടിയിട്ടുള്ളത്. അവരെ ഏത് സൈറ്റ് നിരോധിക്കും? എങ്ങനെ നിരോധിച്ചാലും ഇതെല്ലാം പെനിട്രേറ്റ് ചെയ്ത് വരാൻ പാകത്തിൽ ലൂപ്പ് ഹോളുകൾ ഉള്ളത് തന്നെയാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനും ചെയ്യാൻ പറ്റുന്നത് എന്തുവാണ്? പിള്ളേർക്ക് കൃത്യമായിട്ട് ഇതുകൊണ്ടുള്ള കോൺസിക്വൻസ് എന്താണ്, ഇത് ചെയ്യരുത്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, എന്താണ് ഇതുകൊണ്ടുള്ള വരുംവരായികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ മനസ്സിനെ അതെങ്ങനെ ബാധിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇതെല്ലാം അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. വീട്ടിലും സ്കൂളിലും ഒരേപോലെ ഇതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഗൗരവമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ റോബിനും ജോണും സൂചിപ്പിച്ചതുപോലെ, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ജെന്നിസർ, ജെനാൽഫ, അല്ലെങ്കിൽ അവർ മാത്രമല്ല മുതിർന്നവർ പോലും എന്തുകൊണ്ട് ഇതിലേക്ക് ഒരു അഡിക്റ്റഡ് ആയിട്ട് മാറും? അതിൻ്റെ റൂട്ട് കോസിലേക്ക് നമ്മൾ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പലപ്പോഴും പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഏകാന്തത, ഒറ്റപ്പെടൽ, ഈ പിയർ പ്രഷർ എന്നൊക്കെ പറയുന്ന, ഈ കൂട്ടുകാരുടെ ഇടയിൽ ഈ കൊറിയൻ സിനിമയെക്കുറിച്ച് അറിയില്ലാത്തവർ, അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമയെക്കുറിച്ച് അറിയില്ലാത്തവർ കൂട്ടുകാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവർ എന്തോ ഒരു 0 ഗ്രേഡിലുള്ള ആളാണ് എന്ന രീതിയിലേക്ക് ഇങ്ങനെ ചാപ്പ കുത്തപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ഏകാന്തത, ഒറ്റപ്പെടൽ, തങ്ങളെ സ്നേഹിക്കുവാൻ, തങ്ങളെ കരുതുവാൻ അവരിങ്ങനെ വെമ്പി നിൽക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇതാ ഒരു കൊറിയൻ സിനിമ കാണുന്നു, കൊറിയൻ ഡ്രാമ കാണുന്നു, അതിലെ നായകൻ അതിവൈകാരികമായിട്ട് നായികയെ പ്രണയിക്കുന്നു, ഭയങ്കര കെയറിങ് ആണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. അപ്പോൾ തൻ്റെ മനസ്സിൽ സ്വപ്നം കാണുന്ന, ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ആ കൊറിയൻ ഡ്രാമയിൽ കാണുന്നു. അപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു കുട്ടി അതിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത്. റൂട്ട് കോസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കാണരുത് എന്ന ഒരു ഒറ്റ വാക്കുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു സഡൻ സ്റ്റോപ്പ് ഇടാൻ നമുക്ക് സാധിക്കില്ല. ആ റൂട്ട് കോസ് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കേണ്ടി. നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മളൊരു ക്രിസ്തീയമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ആശ്വാസം പകരുന്നത്, യഥാർത്ഥത്തിലുള്ള ആ ഒരു സൗഹൃദം പകരുന്നത് ഒരു ക്രിസ്തുവാണ് എന്ന മനോഹരമായിട്ടുള്ള സന്ദേശം ക്രൈസ്തവ തലമുറയുടെ ഇടയിൽ കൊടുക്കുവാൻ ക്രൈസ്തവ മാതാപിതാക്കൾക്കും മതാധ്യാപകർക്കും സഭാ നേതൃത്വത്തിനും ഒക്കെ ആത്മീയ നേതൃത്വത്തിനും ഒക്കെ തീർച്ചയായിട്ടും സാധിക്കും. ക്രൈസ്തവമായ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കും. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കുക, സഹോദരങ്ങളുമായിട്ടുള്ളൊരു ബന്ധം പുനഃസ്ഥാപിക്കുക, അതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ ഓവർകം ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അതീവ ഗൗരവമേറിയിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് യുവതലമുറയുടെ ഇടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പാരലൽ വേൾഡിൽ അല്ലെങ്കിൽ ഒരു പാരലൽ യൂണിവേഴ്സിൽ ജീവിക്കുന്ന നമ്മുടെ കുട്ടികളെ റിയൽ വേൾഡിലേക്ക്, റിയൽ യൂണിവേഴ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. ഒരു കുടുംബത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിക്കുന്നവർ പല പല തുരുത്തുകളായി മാറുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഒരു മൊബൈൽ, കരയുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിൽ നിൽക്കും. പക്ഷേ ആ കുട്ടിക്ക് ആവശ്യമുള്ളത് ആ കുട്ടിക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി മാതാപിതാക്കൾ ചിന്തിക്കുക. അതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങളെ അതിവൈകാരികമായി സമീപിക്കാതെ അതിൻ്റെ കാരണങ്ങളിലേക്ക് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് വിവേകത്തോടെ, ജ്ഞാനത്തോടെ, പക്വതയോടെ ഉള്ള ഒരു പരിഹാര മാർഗങ്ങളാണ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത്. ഈ പ്രോഗ്രാമിൽ സൂചിപ്പിച്ചതുപോലെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക, ദൈവവുമായി നല്ലൊരു ബന്ധത്തിൽ ആവുക. ഇതൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള, ഈ അഡിക്ഷനുള്ള, ഈ ഭ്രാന്തമായിട്ടുള്ള അഭിനിവേശത്തിനെതിരെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.